പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വകവി. ഇന്ന് നമ്മൾ ദി ഡോഗ്മ ഓഫ് പെർഗട്ടറിയിലെ മറ്റൊരു സംഭവ കഥയുമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra, panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദി ഡോഗ്മ ഓഫ് പെർഗട്ടറി എന്ന് പറയുന്നത് ഫാദർ ഷൂപ്പെ എഴുതിയൊരു പുസ്തകമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ശുദ്ധീകരണാത്മാക്കളുടെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മിസ്റ്റിക്കൽ അനുഭവങ്ങൾ അദ്ദേഹം ക്രോഡീകരിച്ചൊരു പുസ്തകമാണിത്. അതിൻ്റെ ഒരു എപ്പിസോഡാണിത്. ഇത് ആദ്യമായിട്ട് കാണുന്നവർ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ നമ്മുടെ ലൈഫിൽ ഒരുപക്ഷെ നമ്മൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തതുമായിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇത്. വളരെ ഗുരുതരമായൊരു കാര്യമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത് ഫാദർ റോസിഗ്നോളി തൻ്റെ ശുദ്ധീകരണാത്മാക്കളെ പറ്റിയുള്ള ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഒരു സംഭവ കഥയാണിത്. മറ്റൊന്നുമല്ല, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പെയിൻറ്റർ, വളരെ കഴിവുള്ള ഒരു പെയിൻറ്റർ, അദ്ദേഹം ഒരിക്കൽ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഒരിക്കൽ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇദ്ദേഹം ക്രിസ്ത്യൻ മോറൽസിന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മോഡസ്റ്റിക്ക് എതിരായിട്ട് ഒരു പെയിൻറ്റ് വരയ്ക്കുകയുണ്ടായി. അത് ഏത് രീതിയിലുള്ള പെയിൻറ്റിംഗ് ആണെന്ന് പോലും ഇതിൽ പറയുന്നില്ല. അതായത് അങ്ങനെ പോലും പറഞ്ഞ് ഈ പറയുന്ന വ്യക്തി ശുദ്ധീകരണ സ്ഥലത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. വളരെ ഒരു മോശം രീതിയിലുള്ളൊരു പെയിൻറ്റിങ് ഈ പെയിൻറ്റർ വരയ്ക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ പറയേണ്ടത് യഥാർത്ഥമായുള്ള ആർട്ട്, കലകൾ, അത് സ്വർഗത്തിൽ നിന്നുമുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്. എന്നാൽ അതേപോലെ വളരെ മോശമായിട്ടുള്ള കലകളെന്ന് പറയുന്നത് അത് സാത്താനാൽ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഈ പ്രശസ്തനായ ചിത്രകാരൻ, അദ്ദേഹം വളരെ ഫേമസ് ആയതുകൊണ്ട് തന്നെ ഈ വളരെ മോശകരമായ ഈ ചിത്രം ഇദ്ദേഹം വരച്ചത് ഒരുപാട് പേരുടെ വീടുകളിലൂടെ കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട്. മാത്രമല്ല, ഇതിങ്ങനെ എക്സിബിറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ഇത് കണ്ടിട്ടുമുണ്ട്. അങ്ങനെ ഇദ്ദേഹം ചെയ്ത തെറ്റ് മനസ്സിലാവുകയും ഇദ്ദേഹത്തിൻ്റെ ജീവിത അവസാനത്തോട് അടുത്ത് വന്നപ്പോൾ ഇതിനൊരു പരിഹാരം എന്നോണം ഇദ്ദേഹം ക്രിസ്തീയമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കർമ്മലീത്ത മഠത്തിൽ ഇദ്ദേഹം ഒരു വലിയൊരു ചിത്രം അവിടെ വെച്ച് വരയ്ക്കുകയുണ്ടായി. എപ്പോഴാണെന്ന് വെച്ചാൽ, അദ്ദേഹം വളരെ മാരകമായൊരു രോഗം പിടിപെട്ട് ഇങ്ങനെ ഇരിക്കുന്നൊരവസരത്തിലാണ് ഇദ്ദേഹം ചെയ്തതിനൊരു പരിഹാരം എന്നോണം ഇദ്ദേഹം ക്രിസ്തീയമായിട്ടുള്ള ഒരു വലിയൊരു ചിത്രം വരച്ചത്. ഇങ്ങനെ ഇദ്ദേഹം മരിക്കാനായി എന്നറിഞ്ഞപ്പോൾ ഇദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു മൊണാസ്ട്രിയിൽ പോയി അവിടെ അവരോട് പറഞ്ഞു, എൻ്റെ സ്വത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം ഞാൻ ഈ മൊണാസ്ട്രിക്ക് തരികയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിന് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അവിടെ താമസിക്കുകയാണ്. താമസിയാതെ ഈ ചിത്രകാരൻ മരിച്ചു. അപ്പോൾ മരിച്ചതെങ്ങനെയാണ്? വളരെയധികം ഒരുക്കത്തോടു കൂടെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അപകട മരണത്തിൽ അങ്ങനെയൊന്നുമല്ല. എല്ലാവരുടെ സാന്നിധ്യത്തിൽ വളരെ ക്രിസ്തീയമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ മരണം. ഒരു നല്ല മരണം എന്ന് മറ്റുള്ളവർ നോക്കിക്കാണുന്ന രീതിയിലാണ് ഇദ്ദേഹം മരിച്ചത്. അങ്ങനെ ഇരിക്കെ ഈ സന്യാസ ഭവനത്തിലെ ഒരു വ്യക്തി ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് പ്രത്യക്ഷപ്പെടുന്നത് കണ്ടു. വളരെയധികം ദുഃഖത്തോടു കൂടെ തീയുടെ മധ്യത്തിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുന്നതായിട്ട് ഈ വ്യക്തിയുടെ ആത്മാവിനെ ഈ സന്യാസ ഭവനത്തിലുള്ള ഒരു വൈദികൻ കാണുകയാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, വാട്ട് ഹാവ് യു ടു എൻജോയ് സച്ച് പെയിൻ ആഫ്റ്റർ ലീഡിങ് സോ ഗുഡ് എ ലൈഫ് ആൻഡ് ഡൈയിങ് സോ ഹോളി എ ഡെത്ത്? എന്ത്, ഇങ്ങനെ നീ വേദന അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം അത്രമാത്രം വിശുദ്ധമായ ജീവിതം നല്ലൊരു ജീവിതം നയിക്കുകയും വളരെ വിശുദ്ധമായൊരു മരണം വരിക്കുകയും ചെയ്തിട്ടും ഇപ്പോഴും നീ ഇങ്ങനെ വേദന അനുഭവിക്കുകയാണോ? അപ്പോൾ ഈ ആത്മാ പറയുകയാണ്, അലാസ്, ഇറ്റ് ഈസ് ഓൺ അക്കൗണ്ട് ഓഫ് ദാറ്റ് ഇമ്മോഡസ്റ്റ് പിക്ചർ ദാറ്റ് ഐ പെയിൻറ്റഡ് സം ഇയേഴ്സ് എഗോ. ഞാൻ ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നത് അന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വരച്ച ആ വളരെ മോശമായ ചിത്രത്തിൻ്റെ പേരിലാണ്. ഞാൻ നീതിമാനായ ആ വലിയ നീതിവിധിയാളിൻ്റെ മുൻപിൽ വന്നു നിന്നപ്പോൾ, മരണശേഷം ഞാൻ എൻ്റെ ആത്മാവ് അവിടെ വന്നു നിന്നപ്പോൾ, ഒരു ക്രൗഡ് ഓഫ് അക്യൂസേഴ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വന്നിട്ട് എനിക്കെതിരെ സാക്ഷി പറഞ്ഞു.
എന്താണ് പറഞ്ഞത്? ദേ ഈ ചിത്രകാരൻ വരച്ച ഈ ചിത്രം കാരണമാണ് ഞങ്ങൾക്ക് പാപകരമായ ചിന്ത ഉണ്ടായതും ഞങ്ങൾ പാപം ചെയ്തതും എന്ന്. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഈ ചിത്രം കാരണം ഇത് കണ്ട് ആസക്തി പൂണ്ട് മറ്റു പല പാപങ്ങളും ചെയ്ത വ്യക്തികളിൽ പലരും ശുദ്ധീകരണ സ്ഥലത്താണ്, മറ്റ് ചിലർ നിത്യ നരകാഗ്നിയിൽ പോലും പതിക്കുകയുണ്ടായി. ആ ചിത്രം കണ്ട് അവരെ ഭാവനയിലോട്ട് കൊണ്ടുവന്നു. പിന്നീട് ആ പ്രവൃത്തി അവർ ചെയ്തു. അപ്പം മാരകമായിട്ടുള്ള പാവങ്ങളായിരിക്കാം. അങ്ങനെ പലരും ശുദ്ധീകരണ സ്ഥലത്തുണ്ട്, ചിലരും നിത്യ നരകാഗ്നിയിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ചിത്രം കാരണം പോയി. അങ്ങനെ ഇവരെല്ലാവരും ഈ നീതിവിധിയാളനായ ദൈവത്തോട് പറയുകയാണ്, ഞങ്ങളെല്ലാവരും പോകാൻ കാരണം ഈ മനുഷ്യനാണ്, ഇദ്ദേഹത്തിനും ഞങ്ങളുടേതേ പോലുള്ള തക്കതായ ശിക്ഷ, സമാന ശിക്ഷ നൽകണമെന്ന് ഇവർ വാദിക്കുകയാണ്. ഇങ്ങനെ ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ കന്യകാമറിയം ഇദ്ദേഹത്തിൻ്റെ പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് വന്നു എന്നാണ് ഇദ്ദേഹം പറയണത്. മാതാവ് പറയാണ്, ദൈവസന്നിധിയിൽ ദൈവത്തോട് പറയുകയാണ്, ഇദ്ദേഹം ഒരു അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ ഒരു പെയിൻറ്റിങ് വരച്ചു ഇദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത്. പക്ഷേ ഇദ്ദേഹം ഇതിനെ ഓർത്ത് അനുദപിച്ചിട്ടുണ്ട്. മാത്രമല്ല പരിഹാരം എന്നോണം പിന്നീട് റിലീജിയസ് ആയിട്ടുള്ള ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. ഇത് പരിഗണിക്കണം എന്ന് പറഞ്ഞ മാതാവ് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ മാതാവിനെ അഭിഭാഷിക, അഡ്വക്കേറ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ, വാദിക്കാൻ ഒരു മാതാവുണ്ട്. In consideration of these and other reasons, the sovereign judge declared that on account of my repentance and my good works, I should be exempt from damnation. But at the same time, he condemned me to these flames until that picture should be burned so that it could no longer scandalize anyone. അങ്ങനെ മാതാവിൻ്റെ വാക്കുകൾ കേട്ട് ദൈവം വിധി പ്രസ്താവിക്കുകയാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ മാനസാന്തരവും പിന്നീട് അതിൻ്റെ പരിഹാരം എന്നോട് ഇദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികളും പിന്നെ ഇദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ള മറ്റ് കാര്യങ്ങളും നല്ല കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ നിത്യ നരകാഗ്നിയിലോട്ട് വീഴേണ്ടതില്ല എന്ന് ദൈവം തീരുമാനിക്കുന്നു. പക്ഷേ ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ഈ അതികഠിനമായ പീഡകളുടെ ഇടയിൽ ഇദ്ദേഹം വരച്ച ആ ചിത്രം നശിപ്പിക്കപ്പെടുന്നത് വരെ ഇദ്ദേഹം ഈ ശുദ്ധീകരണ സ്ഥലത്ത് തന്നെ കഴിയേണ്ടി വരും എന്ന് ദൈവം വിധിക്കുകയാണ്. അങ്ങനെ ഇത് പറയാനാണ് ഈ ആത്മാവ് ഇദ്ദേഹം മരിച്ച ഈ സന്യാസാശ്രമത്തിൽ ഈ സന്യാസിക്ക് പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് ഈ ആത്മാവ് പറയുകയാണ്, ഈ സന്യാസിയോട് പറയുകയാണ്, ഐ ബെഗ് ഓഫ് യു ഗോ ഇൻ മൈ നെയിം ടു സച്ച് എ പേഴ്സൺ. എന്നിട്ട് ഈ ആത്മാവ് പറയുകയാണ്, എത്രയും വേഗം ഈ ചിത്രം ഇപ്പോൾ ആരുടെ കയ്യിലാണുള്ള ആ ഉടമസ്ഥൻ്റെ അടുക്കൽ പോയിട്ട് ഇത് ഉടനെ നശിപ്പിച്ച് കളയണമെന്ന് പറയണം. അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആ പ്രത്യേക സാഹചര്യത്തിലാണ് എനിക്ക് ഈ ചിത്രം വരയ്ക്കേണ്ടി വന്നത്. അതിനാൽ തന്നെ അദ്ദേഹത്തോട് പറയണം, ഇത് നശിപ്പിച്ച് കളയണം. മാത്രമല്ല അദ്ദേഹമാണല്ലോ എന്നെക്കൊണ്ട് ഇത് വരപ്പിച്ചത്, അതിനാൽ അദ്ദേഹം ഉടനെ അനുദപിച്ച് പരിഹാരം ചെയ്യണം. അപ്പോൾ ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ഈ ചിത്രത്തിൻ്റെ ഓണർ പറഞ്ഞേക്കാം ഇത് ചുമ്മാ തോന്നലാണ് എന്ന്. അങ്ങനെ ഒരു ഹാലൂസിനേഷൻ അല്ല, ഇതൊരു തോന്നലല്ല എന്ന് ഈ ആൾക്ക് മനസ്സിലാവാൻ ഇതാ ഞാൻ പറയുന്നു. ഇദ്ദേഹം ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ 2 മക്കൾ അകാലത്തിൽ ഉടനെ മരണമടയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വൈദികൻ പോയിട്ട് ചിത്രത്തിൻ്റെ ഈ വ്യക്തിയോട് പറയുകയാണ്, ഉടമയോട് പറയുകയാണ് ഇങ്ങനെ സംഭവം നടന്നുവെന്നും. ഉടനെ തന്നെ അദ്ദേഹം ഇത് കത്തിച്ചു കളഞ്ഞു. പക്ഷേ പരിഹാരം ചെയ്യാൻ ലേറ്റായി. പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ 2 മക്കളും അകാലത്തിൽ മരിച്ചു. പിന്നീട് ഇദ്ദേഹം വളരെയധികം പ്രായശ്ചിത്തം നിറഞ്ഞ ജീവിതം നയിക്കുകയുണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ പറയുമ്പോൾ അവരെ ഇവിടെ ഫാദർ ഷൂപ്പ് ഇത് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെയാണെങ്കിൽ വളരെ മോശം പുസ്തകവും മറ്റ് മോശം കോൺവെർസേഷൻസൊക്കെ നടത്തിയ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് വളരെ മോശം രീതിയിലുള്ള വസ്ത്രധാരണങ്ങളൊന്നും അത്ര വലുതായിട്ടില്ല. മൊബൈൽ ഫോണില്ല, കമ്പ്യൂട്ടറില്ല, ഇൻ്റർനെറ്റില്ല ഇത് പറയുന്ന സമയത്ത്. പക്ഷെ നമ്മൾ ഇന്ന് ആ ഒരു കോൺടെസ്റ്റിൽ നമ്മൾ ചിന്തിക്കണം, അശ്ലീല സിനിമകളിൽ അഭിനയിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും, അശ്ലീല നോവലുകൾ എഴുതുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും, അശ്ലീലമായ പുസ്തകങ്ങൾ എഴുതുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ പരിഹാരം ചെയ്തുകൊള്ളുക. ഏതെങ്കിലും രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് പരിഹാരം ചെയ്തില്ലെങ്കിൽ നിത്യജീവൻ പോലും നമ്മുടേത് അപകടത്തിലാണ്. ഇവിടുന്ന് ഗൾഫിലോട്ട് യാത്ര ചെയ്യാൻ 3 മണിക്കൂർ വേണം. ഇവിടുന്ന് ചിലപ്പം അമേരിക്കയിലോട്ട് ചിലപ്പോൾ ഒരു ദിവസം വേണ്ടി വരുമായിരിക്കും. ഇവിടുന്ന് കാസർഗോഡ് തിരുവനന്തപുരം വരെ പോകാൻ ചില 10-12 മണിക്കൂർ വേണം. പക്ഷേ ഇവിടുന്ന് നിത്യതയിലേക്ക് ഒരു ഹൃദയാഘാതത്തിൻ്റെ ദൂരമേ ഉള്ളൂ. ഈ ഹൃദയം പമ്പ് ചെയ്യുന്ന ഈ വാൾവ്
അടയുമ്പോഴും ഓപ്പൺ ചെയ്യുമ്പോഴും സൗണ്ട് ആണല്ലോ നമ്മൾ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഈ വാൾവ് തുറക്കാൻ 0.3 സെക്കൻഡ് എന്നുള്ളത് ഒരു 0.4 സെക്കൻഡ് ആയിപ്പോയാൽ, ഈ വാൾവ് തുറന്നില്ലെങ്കിൽ ആ മൊമെൻറ്റിൽ, ആ നാനോ സെക്കൻഡിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ HD ക്വാളിറ്റിയിൽ നേരിട്ട് നമ്മൾ കാണും. അപ്പോൾ ഞാനും നിത്യതയും തമ്മിൽ ഹൃദയാഘാതത്തിൻ്റെ ഒരു ദൂരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വാശിയും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും കുറ്റം പറച്ചിലും പരദൂഷണവും എല്ലാം നമ്മൾ മാറ്റിവെച്ച് മനസ്സിലാക്കാം, ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നെന്ന് പോലും പറയാൻ പറ്റില്ല, ഈ നിമിഷം അല്ലെങ്കിൽ അടുത്ത നിമിഷം കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടേണ്ടവരാണ് നാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താത്തിൻ മൊളിഗിരിബൂസ് എർ ബെനഡിക്ടൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് ടു യേസുസ് Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christo Re.